6 മണിയായപ്പോഴത്തേന് ആന വന്നു വീടിന്റെ ഇവിടം വരെ. ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നു. ആ 6 മണിയായപ്പോൾ വലിയ കൊമ്പനായിരുന്നു. എന്നിട്ട് ഞാൻ ഒറ്റയാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇന്നലെ രാത്രി വന്നു. ഇന്നലെ രാത്രി 2 പ്രാവശ്യം വന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് ഫോറസ്റ്റുകാർ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചിട്ട് അത് രണ്ടാമത് ഇപ്പൊ തിരിച്ചു വന്നതാ. അലാറം അടിച്ചായിരുന്നു. അലാറം അടിച്ചായിരുന്നു. 2 പ്രാവശ്യം അടിച്ചു. ഒരേ ആന തന്നെ വരുന്നത്. ഈ 3 2 കൊമ്പനും ഒരു മോയാണ്. 3 ഇവിടെ സ്ഥിരമായിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്നതും പോകുന്നതൊക്കെ. വെട്ടത്തിന്റെ പ്രശ്നം നമുക്ക് തീരുമാനമാക്കാം കേട്ടോ. അടുത്ത ആഴ്ച എന്തായാലും നിങ്ങൾക്ക് കറണ്ട് കിട്ടും കേട്ടോ. പുതിയ ബിൽഡിങ്ങും അതുപോലെ തന്നെ പുതിയ മതിലും കാര്യങ്ങളൊക്കെയാണ്. അത് ആന തകർത്തിരിക്കുകയാണ് കേട്ടോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണ്. ബ്ലോക്ക് 10-ലാണുള്ളത്. കോട്ടപ്പാറ പ്രദേശത്ത് രമേശേൻ്റെ വീടിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രമേശേൻ്റെ വീട്ടിലെ കിണർ പണിയുടെ കാഴ്ചകളാണ്. അതായത് ഇപ്പോൾ കിണർ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്ന് 7 ദിവസമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് പോകുന്നത് 5-ാം തീയതിയും അതുപോലെ തന്നെ 6-ാം തീയതിയും 7-ാം തീയതിയും വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക്കാണ്. മാത്രമല്ല 6-ാമത്തെ ദിവസം നമ്മളിവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ കിണർ പണിയുടെ ഇതൊക്കെ പ്രോഗ്രസ്സൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ആനയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ RRT ഒക്കെ വരുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഈ കൂടെ തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ 7-ാമത്തെ ദിവസം കേട്ടോ. ഇന്ന് പണി തുടങ്ങിയിട്ട് നമുക്ക് എത്രത്തോളമായി അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നറിയാം. അതുപോലെ തന്നെ അവരോടൊന്ന് സംസാരിക്കാം, ഇവിടുത്തെ സ്ഥിതികളും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആർളം ഫാമിലെ സ്കൂളിൻ്റെ പ്രദേശത്താണ് കേട്ടോ. ഇവിടെ ഇത് ഹയർ സെക്കൻഡറി ബ്ലോക്കാണ്. പുതിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൻ്റെ മതിലാണ് ഇന്നലെ രാത്രി ആന പൊളിച്ചത് കേട്ടോ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആന പൊളിച്ചിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം. പുതിയ ബിൽഡിങ്ങും അതുപോലെ തന്നെ പുതിയ മതിലും കാര്യങ്ങളൊക്കെയാണ്. അത് ആന തകർത്തിരിക്കുകയാണ് കേട്ടോ. ഹയർ സെക്കൻഡറി ബ്ലോക്കാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം ആനപ്പിണ്ടം കിടക്കുന്ന കാണാം കേട്ടോ. ആ ഒരു മതിലിൻ്റെ ഒരു മതിൽ ക്രോസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇപ്പുറത്തോടെ കടന്നാണ് ആന ഇപ്പുറത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ആന ഈ ഒരു മതിൽ ക്രോസ് ചെയ്തിട്ട് കോമ്പൗണ്ടിലേക്ക് കയറി ഇതിലിങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചാല് പോലെ കാണാം. ഇതിലിങ്ങനെ വന്നതാ. ഇവിടെ കുറച്ച് നേരം നിന്ന് ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ തിന്ന് കണ്ടോ. ഇവിടെ ഈ പ്രദേശത്തെ പുല്ല് കംപ്ലീറ്റ് തിന്നാണ്. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി. ഇതുണ്ടോ, ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ പുല്ലുകൾ കംപ്ലീറ്റ് തിന്ന് ആന നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നേരെ അവിടെ പോയി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രദേശത്ത് അവിടെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ നേരെ അങ്ങോട്ട് പോയി ആ ഒരു മതിൽ പൊളിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്താണ് ഇപ്പോൾ പിള്ളേരൊക്കെ കുട്ടികൾ ആക്റ്റീവായിട്ട് പഠിക്കുന്ന ഒരു കോമ്പൗണ്ടും സ്കൂളൊക്കെ അപ്പുറത്താണ്. ഇത് പുതിയ ബ്ലോക്കാണ് കേട്ടോ. അപ്പുറം ഇപ്പോഴും പിള്ളേർ പഠിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പിള്ളേർ പഠിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. ഏതായാലും കിണർ പണി വളരെ തകൃതിയായിട്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 പണിക്കാരാണ് മിക്കവാറും ദിവസം ഉള്ളത്. അപ്പോൾ ഏതായാലും ഇത് ഇപ്പോൾ 5-ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിന്ന് അവർക്ക് ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏതായാലും വർക്ക് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഈ ഫുഡും കൊണ്ടേ കൊടുക്കാം. നമ്മൾ വെച്ച CCTV ക്യാമറ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അലാം സിസ്റ്റം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
കേൾക്കില്ലല്ലോ. നമ്മളിവിടെ വന്നപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇവിടെ തൊട്ടപ്പുറം ആനയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞേക്കോ കേട്ടോ. നമ്മളിവിടെ കിണറുപണി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഫോറസ്റ്റുകാർ പാഞ്ഞു വന്നേട്ടോ. ആന ഈ വഴിക്ക് എവിടെയോ കയറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റിസ്ക്. ആരുടെ കൂടെ പോയി നോക്കിയാൽ മതി അല്ലേ? ഇങ്ങോട്ട് കയറി വരുത്, ഇങ്ങോട്ട് കയറി വരുമോ? ഇങ്ങോട്ട് വരില്ല, അത് ചിലപ്പോൾ അങ്ങോട്ട് പോകാം. അധികം പോകണ്ട കേട്ടോ, ഇങ്ങോട്ടെങ്ങാനും വന്നാലോ. അധികം അങ്ങോട്ട് പോകണ്ട. വഴി ഏതാ? ഇതാണ് വഴി. എന്റെ വല്ല നമ്മൾ വഴിക്കാൻ നിൽക്കുന്നപ്പോ എനിക്ക് മാറി നിന്നേക്കാം. അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. പടക്കം പൊട്ടിക്കുന്നൊന്നും കേട്ടില്ലല്ലോ. ചാല നോക്കി നിൽക്കണേ, എന്തൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ പുതിയ ഫെൻസിങ് ഒക്കെ സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആന ഇറങ്ങി അപ്പം അറിയുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഫോറസ്റ്റുകാർ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ നോക്കണോ? ഇവിടെ ഒന്ന് പോയി നോക്കണോ? ഇതില് കാറാ അതിൽ തന്നെ പോകണോ? പോയോ? ഇല്ലല്ലോ, പോയിട്ടൊന്നുമില്ല. വണ്ടി അവിടെ കിടപ്പുണ്ട്. സ്ഥലം കിടക്കുന്നത് ഫോറസ്റ്റിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഫോറസ്റ്റ് വണ്ടി അവിടെ കിടപ്പുണ്ട്. അല്ല പക്ഷേ ഇന്നലെ രാത്രി വന്നായിരുന്നല്ലേ? ഇന്നലെ രാത്രി വന്നു. ഇന്നലെ രാത്രി 2 പ്രാവശ്യം വന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് ഫോറസ്റ്റുകാർ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചു തരാം. അത് രണ്ടാമത് ഇപ്പൊ തിരിച്ചു വന്നതാ. ഓഹോ, ഇന്നലെ രാവിലെ അലാറം അടിച്ചായിരുന്നോ? അലാറം അടിച്ചായിരുന്നു. 2 പ്രാവശ്യം അടിച്ചു. ഫോറസ്റ്റ് വണ്ടി ഉണ്ട് പുറകെ. ഓഹോ, ആ കയറ്റി വിട്ടാനെ ആയിരിക്കൂലേ? കയറ്റി വിട്ടാനും തന്നെ ഇറങ്ങി വന്നത്. അത് എത്ര എണ്ണം പറഞ്ഞാൽ? 2 രാവിലെ 7 മണിക്ക് അവര് അവിടെ പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് കയറ്റി വിടുവല്ലേ. ഈ സാധനം മുകളിലേക്ക് പോവും? അതെയോ ഇതില് അങ്ങനെ കയറി പോയിട്ട് അതിലങ്ങനെ അങ്ങ് പോകും. അവിടെ വീടുകളുള്ളേ? വീടുകളുണ്ട്, പക്ഷെ പണ്ട് കാര്യമില്ല. വീടിന്റെ ഇങ്ങോട്ടാ വരുന്നല്ലേ? നമ്മളിപ്പോ കിണറിന്റെ പണി എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കിണറിന്റെ പണി എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന്
ആനയുണ്ടെന്നും പറഞ്ഞിട്ട് വണ്ടി പാഞ്ഞു വന്നത്, ഫോറസ്റ്റുകാർ പാഞ്ഞു വന്നത്. പിന്നെ ഞാൻ സ്കൂട്ടി എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. കാര്യമൊന്നുമില്ല, എന്നാലും അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ആ സ്കൂട്ടിയൊക്കെ വെക്കുന്ന ആ ഒരു പ്രദേശം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനവിടെ ഇപ്പോൾ ഒരു കോള് വന്നപ്പോൾ ആ സ്കൂട്ടിയുടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഫോറസ്റ്റുകാർ വണ്ടി കൊണ്ട് പാഞ്ഞു വന്നത് കേട്ടോ. എന്നിട്ട് അവരപ്പോൾ പറഞ്ഞു ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ സ്കൂട്ടി കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം അവിടെയാണ് ഇരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ആന തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അപ്പം അത് വലിയൊരു പാഠമാണ്. നമുക്ക് എത്രത്തോളം ശ്രദ്ധ വെച്ചിട്ട് വേണം ഈ പ്രദേശത്തൊക്കെ നിൽക്കാൻ എന്നുള്ളതിൻ്റെ ഒരു അറിവ് ഇപ്പോൾ കിട്ടി. ഏതായാലും ഇവിടെ 6:30 മണി ഇത്രയായി കേട്ടോ. ഇനിയും നമുക്ക് ഏകദേശം ഇത്രയും തന്നെ ഇനിയും ഉണ്ടാവും കേട്ടോ കുളിക്കാനായിട്ട്. ആ സമയത്താണ് പെട്ടെന്ന് ആന വന്നത്. ഏതായാലും ഇതിപ്പോൾ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പണി എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. എത്ര കോല് താഴ്ന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ഇപ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറയിൽ നമുക്ക് ഇവിടെ ആന രാത്രി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കിട്ടുന്നില്ല. ഇത്രയും ദൂരമായതുകൊണ്ടാണ് തോന്നുന്നു മോഷൻ ഡിറ്റക്ടർ വർക്കാകുന്നില്ല. നമുക്കിന്ന് ക്യാമറ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെക്കണം. കുറച്ചും കൂടെ താഴത്തേക്ക് മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നു. രമേശേട്ടാ, എന്തെല്ലാം സ്ഥിതി? കിണറിന്റെ പണി ഇങ്ങനെ നടക്കുന്നു ആണല്ലേ? ഇന്നിപ്പോൾ 7ാം ദിവസം അല്ലേ? പിന്നെ എന്തായി? ഇന്നലെ നമ്മൾ ഇവിടെ നിന്നപ്പോഴല്ലേ ആന മറ്റേ RRTക്കാർ വന്നല്ലേ? പിന്നെ രാത്രി എന്തെങ്കിലും? പിന്നെ ഒരു 6 മണിയായപ്പോഴത്തേന് ആന വന്നു വീടിന്റെ ഇവിടം വരെ. എവിടം വരെ? ഇവിടം വരെ വന്നു. ഇവിടം വരെ? ഇവിടം വരെ വന്നു. ആണോ? 6 മണിയായപ്പോൾ വലിയ കൊമ്പനായിരുന്നു. എന്നിട്ട് ഞാൻ ഒറ്റയാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. 6 മണിയായപ്പോൾ ഇവിടെ എത്തിയായിരുന്നു? 6 മണിയാകുമ്പോൾ വന്നു. എന്നിട്ട് പിന്നെ അതിലങ്ങനെ കയറി പോയി മോളിൽ കൂടെ നമ്മൾ ഇന്നലെ പോയ ആ വഴിക്ക് കയറി അതിൽ തന്നെ കയറി അവിടെ എത്തി. അപ്പൊ ആ കുന്നിന്റെ മുകളിൽ നിന്ന് ആൾക്കാർ ആനനെ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് എന്നെ, ഊകി വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഇവിടെ പണിയെടുക്കുന്ന മോഹന്റെ വീട്ടിന്റെ അതില് ഈ വഴിക്ക് ഇങ്ങനെ പോയി ആ വഴി കൂടെ തന്നെ കയറി അപ്പുറത്തെത്തി. എന്നിട്ട് ഇന്നലെ രാത്രി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആനനെ ഓടിച്ച് ഇതിലെ കൊണ്ട് ഒന്നിനെ കയറ്റി വിട്ടു. ആണല്ലേ? പക്ഷെ നമ്മുടെ ക്യാമറ കിട്ടിയിട്ടില്ല. ക്യാമറ അത്രയും ദൂരത്തിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഇച്ചിരി മാറ്റി താഴേക്ക് വെക്കാം. ഇപ്പൊ മിനിഞ്ഞാന്നും ആന പോയായിരുന്നല്ലോ അല്ലേ? മിനിഞ്ഞാന്നും ആന പോയി. അല്ലേ? മിനിഞ്ഞാന്ന് എത്ര എണ്ണം ഉണ്ടായിരുന്നു? മിനിഞ്ഞാന്ന് 2 എണ്ണം ഉണ്ടായിരുന്നു. 2 അല്ലേ? ഇത് എല്ലാ ദിവസവും ഒരേ ആന തന്നെ വരുന്നത്? ഈ 3 എണ്ണം, 2 കൊമ്പനും ഒരു മോയാണ്. 3 എണ്ണമാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്നതും പോകുന്നതൊക്കെ. ഏതായാലും ഭയങ്കര സ്ഥിതിയല്ലേ? അപ്പുറത്തൊക്കെ ആന ഉണ്ടായിരുന്നു. അവരെന്നോട് രാവിലെ പറഞ്ഞായിരുന്നു. അങ്ങനെ ആനയെ ഓടിച്ചോണ്ട് വന്നതന്നെ രാത്രി. പിന്നെ ഇപ്പൊ എത്ര പണിക്കാരുണ്ട്? 4 പണിക്കാരല്ലേ? 4. ഇപ്പൊ എത്ര കോലായി മൊത്തം? ഇപ്പോ മകേഷേ ഏകദേശം എത്ര കോലായി? 5ാമത്തെ കോലല്ലേ? 5ാമത്തെ കോല് കുഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഏതായാലും പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? വേറെ എന്താ ഇങ്ങനെ നമ്മുടെ കറണ്ടിന്റെ കാര്യം തീരുമാനമായിട്ടോ? നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് കിട്ടും കേട്ടോ. വളരെ ഉപകാരം. ഞാൻ കാണുന്നുണ്ട് രാത്രി ഇവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് കറണ്ട് സെറ്റാക്കും. സോളാറാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടോ. മൊത്തം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാകത്തിനാക്കാം. ചേച്ചിയെ അടുക്കള പണിയാണോ? ചായ വെക്കുവാ? അടുത്ത ആഴ്ചത്തേക്ക് വരും കേട്ടോ കറണ്ട്. നമുക്ക് കറണ്ട് അടുത്ത ആഴ്ചത്തേക്ക് ആവും കേട്ടോ. ആക്കും അടുത്ത ആഴ്ചത്തേക്ക് ആവും കേട്ടോ. ആന ഭയങ്കര ശല്യം അല്ലേ? ഞങ്ങൾക്ക് വെട്ടം വെളിച്ചില്ലാത്തല്ലേ? വെട്ടത്തിന്റെ പ്രശ്നം നമുക്ക് തീരുമാനാക്കാം കേട്ടോ. അടുത്ത ആഴ്ച എന്തായാലും നിങ്ങൾക്ക് കറണ്ട് കിട്ടും കേട്ടോ. സാറല്ല, എന്നെ പേര് വിളിച്ചാൽ മതി, ക്രിസ്റ്റി. എന്തായാലും അങ്ങനെ വിളിക്കാൻ സാരമില്ല. അമ്പലത്തിൽ പോയി ഇപ്പം വന്നത് അല്ലേ?
അതുകൊണ്ട് എനിക്ക് വേഗം പെട്ടെന്ന് ആ നമുക്ക് ആക്കാം. ആ മനസ്സിലായി നമുക്ക് എന്തായാലും ആക്കാം കേട്ടോ. എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും ആവും. അടുത്ത ആഴ്ച ഏകദേശം തീരുമാനമായി. അത് പിടിപ്പിക്കുന്ന ആളെ ഒന്ന് ഒരു തീരുമാനം ആളുടെ താമസമുള്ളൂ. നമുക്ക് ഇവിടെ ആക്കാം കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ ആളെ ഏറ്റിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ആവും കേട്ടോ. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ആ ഇവിടം വരെ ആന വന്നായിരുന്നല്ലേ? ഇവിടെ ഈ മരത്തിൻ്റെ ഇവിടം വരെ മരത്തിൻ്റെ അവിടെ വന്നല്ലേ? എന്നിട്ട് നിങ്ങളെ ഓടിക്കുകയോ ചെയ്തേ? അല്ല, ഞങ്ങൾ അങ്ങോട്ട് ഒടിക്കുന്നു. വൈദ്യം കൊടുത്ത് ഒറ്റപ്പാട് വെച്ചപ്പോ അതങ്ങോട്ട് നീങ്ങി പോവുകയാണ്. ആന ചിഹ്നം വിളിച്ച് ഓടിപ്പോയി. ചിഹ്നം വിളിച്ച് കൊമ്പനാനയാ? കൊമ്പന അല്ല. എന്നിട്ട് അവരെല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പുറം അക്കരെയുള്ള ആൾക്കാർ കൂവി വിളിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ ഫോണില്ലാത്തതുകൊണ്ട് അറിയല്ലേ പെട്ടെന്ന്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും വീട് വെട്ടം വിളിച്ചായെങ്കിലേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനും എടുക്കുവായിരുന്നു. അങ്ങ് നാട്ടിലാണ് എവിടെയും പോകണ്ട, നിങ്ങൾക്ക് വെട്ടം അത്യാവശ്യം കിട്ടും കേട്ടോ. വെട്ടമില്ല, വെള്ളത്തില്ലാണ്ട് ഒറ്റക്ക് വീട് ഇത്രയൊക്കെ ആക്കിയില്ലേ? നമുക്കത് നോക്കാം കേട്ടോ. വെള്ളത്തിന്റെ പ്രശ്നം തീരാറായല്ലോ. ഇനിയിപ്പോ നമുക്ക് വെട്ടം കൂടെ ആക്കാം കേട്ടോ. രാത്രി ഇന്നലെ രാത്രി ഇതിലേ പോയി തോന്നുന്നല്ലേ? ആണല്ലേ? ആ റോട്ടിൽ കൂടെ തന്നെയാ പോകുന്നേ? റോട്ടിൽ കൂടെ തന്നെ അല്ലേ പോകുന്നല്ലേ? നമുക്ക് ശരിയാക്കട്ടോ. അതിലും കഴിഞ്ഞ ദിവസം ആന വന്നു എന്ന് പറയുന്നത് ഈ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ്. നമുക്ക് കാണാം അവിടെ കിണർ ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്ക് ക്യാമറയിൽ കിട്ടിയില്ല. ക്യാമറ ഒത്തിരി ദൂരെ ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഏതായാലും നമ്മൾ ഡിവൈസിൻ്റെ മുമ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഡിവൈസ് അടിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ റിയാക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മളേതായാലും ഇവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വഴിയെ തന്നെയാണ് ആന രാത്രി നടന്നു പോകുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ ഒന്ന് രണ്ട് ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു എല്ലാ ദിവസവും ഇതിലെ തന്നെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. ഇപ്പോൾ കാടൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. കാട് പിന്നെയും വളർന്ന് പഴയ നിലയിലേക്കാകുന്നുണ്ട്. ആളുകൾ താമസമില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം പ്രധാനമായിട്ട് നടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് നേരിടില്ലായിരുന്നു. വേണ്ടോ അവിടെ ഇവിടെ ഒരു വീട് അതിൻ്റെ അപ്പുറത്ത് എല്ലായിടത്തും വീടുകളുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ എല്ലാവരും വിറ്റൊഴിവാക്കി പോയതാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ പട്ടികൾ നല്ല കുരയാണ്. പക്ഷേ ഇപ്പോൾ അലാറം കൂടെ അടിക്കുന്നതുകൊണ്ട് പട്ടികൾക്ക് പകുതി ഡ്യൂട്ടി കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടോ. പട്ടിയും അലാറവും എല്ലാം കൂടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. 5ാമത്തെ കോല് പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് കുഴിക്കാനുണ്ട്. ഏകദേശം ഇപ്പോൾ പകുതിയൊക്കെ ആയിട്ടുള്ളൂ. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ. ചെത്തി നല്ല ക്ലിയറാക്കി തന്നെയാണ് പണി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഇന്ന് 7ാമത്തെ ദിവസമാണ് കിണർ പണിയുടെ. ഏതായാലും കുഴിക്കാൻ തുടങ്ങിയിട്ട് 6 ദിവസമായി. 7 ദിവസമായി മൊത്തം വർക്ക് തുടങ്ങിയിട്ട്. ഏതായാലും 5 കോലിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 1/4 ഭാഗമൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് 5ാമത്തെ കോല്. ഏതായാലും സമയമെടുക്കും. നമുക്ക് ഏതായാലും ഇങ്ങനെ 2-3 ദിവസത്തെ കൂടിയിട്ട് ഒരു എപ്പിസോഡായിട്ട് നമ്മളിനി കാണിക്കുന്നുള്ളൂ കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.